ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് പാട്ടായിട്ടല്ല, വേറെ സംഭവമായിട്ടാണ്. എനിക്ക് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചോദ്യമാണ് എങ്ങനെ റെക്കോർഡ് ചെയ്യണത്, എന്തൊക്കെ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നത്, ഫോണിലാണോ സ്റ്റുഡിയോയിൽ പോയിട്ടാണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോസ്റ്റ് ഇടുന്ന കാരണം എല്ലാ പാട്ടും സ്റ്റുഡിയോയിൽ പോയിട്ട് റെക്കോർഡ് ചെയ്യൽ സീനാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോണിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ ആദ്യം ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. സാധനങ്ങൾ പറഞ്ഞാൽ അത്ര വലിയ സാധനമൊന്നും, മൈക്കൊന്നുമില്ല ഉള്ളത്. ഇത് സൗണ്ട് കോറിൻ്റെ ഒരു ഹെഡ്സെറ്റാണ്. ഇത് ഏതായത് മോഡല് Q20i നോയ്സ് ക്യാൻസലേഷൻ ഉള്ളത്. അപ്പം അതിൻ്റെ ഒപ്പം ഞാനിത് ചെയ്തു, അത് ഇതിൻ്റെ ഒപ്പം കിട്ടിയൊരു ഹെഡ്സെറ്റിൻ്റെ ഒപ്പം ഉണ്ടാവുന്ന ഒരു വയറാണ്. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റിയുടെ സംഭവം ഉണ്ടാവും, അതായത് പാട്ട് അങ്ങോട്ടും ട്രാക്ക് അങ്ങോട്ടൊക്കെ ആയിട്ട് വരും. ഇത് വാങ്ങി. അപ്പോൾ ഇത് ഞാൻ ഐഫോണിൽ റെക്കോർഡ് ചെയ്യില്ല, അപ്പോൾ ഇത് കൊടുത്താൻ പറ്റില്ല. അപ്പോൾ ഇത് ആപ്പിളിൻ്റെ ഒറിജിനൽ ലൈറ്റ്നിങ് 2 ഇതെന്താ ആ സാധനം വാങ്ങി, അതിൻ്റെ കണ്ടർ വാങ്ങി. അപ്പോൾ ഇതിങ്ങനെ കുത്തുക, ഫോണിൽ കുത്തുക, എന്നിട്ട് ഹെഡ്സെറ്റ് നമ്മൾ സാധാ പോലെ വെച്ചിട്ട് നമ്മൾ ഫോണിൻ്റെ സ്പീക്കർ ഉണ്ടാവില്ലേ, ഫോണിൻ്റെ മൈക്ക് ഉണ്ടാവില്ലേ, അതിലാണ് അങ്ങനെയാണ് പാടൽ. അങ്ങനെയാണ് സാധാരണ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കറൻ്റ് യൂസ് ചെയ്യണത് ബാൻഡ് ലാബാണ്. ബാൻഡ് ലാബിൽ കുറച്ചും കൂടിയും സാധനങ്ങളൊക്കെ ഉള്ള കാരണം അതിൽ ഇപ്പോൾ സെറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് ഉപയോഗിക്കില്ല. മുന്നേ ഗാരേജ് ബാൻഡ് യൂസ് ചെയ്യുന്നത്, പക്ഷേ ഗാരേജ് ബാൻഡ് ചിലപ്പോൾ എല്ലാ സോങ്സിനും ചിലപ്പോൾ കറക്റ്റ് ഔട്ട് കിട്ടുന്നില്ല. എനിക്ക് അതിലൊക്കെ ഭയങ്കര പാച്ച് പോലെ തോന്നലുണ്ട്. ചിലതിന് ചിലപ്പോൾ ബാൻഡ് ലാബാവും, ചിലതിന് ചിലപ്പോൾ ഗാരേജ് ബാൻഡ് ആവും. അപ്പോൾ അങ്ങോട്ട് മാറി മാറിയിട്ട് സെറ്റ് ചെയ്യൽ. ഇപ്പോൾ കറൻ്റ് ബാൻഡ് ലാബാണ്. അപ്പോൾ അതാ ഏറ്റവും മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യണ റൂമാണ്. അതിപ്പോൾ വലിയ നിങ്ങൾ പോയിട്ട് നല്ല നോയ്സുള്ള സ്ഥലത്ത് പോയി റെക്കോർഡ് ചെയ്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ കിട്ടില്ല. അപ്പോൾ തീരെ ഒരു സൗണ്ട് ഇല്ലാണ്ട് ഫുൾ അടച്ചു കൂടിയ, അതായത് വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്തിട്ട് ഉള്ളൊരു സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അധികം എക്കോ അടിക്കാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ ക്ലിയർ വോയിസ് കിട്ടും. ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ റെക്കോർഡ് ചെയ്യും, എന്നിട്ട് ഞാൻ അതിലെന്തെങ്കിലും വെക്കും. അപ്പോൾ എനിക്കെന്ത് ചെയ്യും, ഫുള്ളായിട്ട് തന്നെ ഇത് കിട്ടില്ല. നേരെ മറിച്ച് ഞാൻ നേരെ സെൻറ്ററിൽ പോയിട്ട് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ എക്കോ ഒന്നുകൂടി കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി റെക്കോർഡ് ചെയ്ത് തന്നെ ഒന്നുകൂടി ക്ലീൻ വോക്കൽ കിട്ടും. അപ്പോൾ റൂം ഒരു ഘടകമാണ്, സ്ഥലം, നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലം വലിയൊരു ഘടകമാണ്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ കുറേ ആൾക്കാർ ഒന്ന് ചോദിക്കലുണ്ട്, ഇത് സീനല്ലേ, ഇത് ഭയങ്കര പഠിക്കാൻ ടാസ്ക് അല്ലേ, കുറേ ടൈം ഇരിക്കണ്ടേ. ഇത് അത്ര വലിയ ടൈമൊന്നും ഇരിക്കേണ്ട ആവശ്യം വരില്ല എഡിറ്റിങ്. അതായത് കൂടുതൽ സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്യില്ല. ഞാൻ അതിലാകെ മൂന്ന് എഡിറ്റിങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെയാണ് ഉപയോഗിക്കലുള്ളത്. ലൈക്ക് ഒരു EQ ചെയ്യും, പിന്നെ ഒരു കംപ്രഷൻ ചെയ്യും, പിന്നെ ചെറിയ റിവേർബ് ചിലതിൽ കൊടുക്കും, ചിലതിൽ കൊടുക്കില്ല. അത് അങ്ങനെ 3 കൊടുക്കലുള്ളൂ. അല്ലാണ്ട് വേറെ ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊന്നും കൊടുക്കില്ല. അപ്പോൾ എളുപ്പമാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം, സമയം പോലെ ചെയ്യാം. അപ്പോൾ വേണമെന്നുള്ളവർ പറയാം. അപ്പോൾ എല്ലാവർക്കും എളുപ്പമാവുന്ന രീതിയിൽ, ചെറിയ രീതിയിൽ എഡിറ്റിങ്ങൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് ചെയ്യാം. പിന്നെ വേറെ കാര്യം, ഇതെല്ലാ പാട്ടിനും ഇപ്പോൾ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നിങ്ങളൊരു പക്കാ സ്ലോ ഉള്ള പാട്ടിന് പോയിട്ട് ഒരു സ്പീഡ് ട്രാക്കിൻ്റെ EQ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ശരിയാവില്ല, അതിന് റിവേർബ് കാരണം കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മാറ്റണം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഡീലാക്കാം.